മോൻ്റെ നഴ്സറിയിലെ രണ്ടാമത്തെ ദിവസമായിരുന്നു കേട്ടോ ഇന്ന് അത്യാവശ്യം ആൾ നല്ല ഹാപ്പിയിലൊക്കെ തന്നെയാണ് പോണത്. കാരണം മോൻ്റെ വിചാരം ഇന്നലെ ഞാൻ അവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു നഴ്സറിയിൽ. കാരണം ഞാനും അവനും കൂടിയിട്ടാണ് കുറേ ക്രാഫ്റ്റ് വർക്കും ആക്ടിവിറ്റീസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൻ വിചാരിച്ചു എന്നും ഞാൻ ഇതുപോലെ അവനെ കൊണ്ടുപോകും, അടുത്തിരുന്ന് ഇങ്ങനെ പലതും ചെയ്യുന്നൊക്കെ ആയിരുന്നു. അതുപോലെ അവിടെ എത്തിയപ്പോൾ ആദ്യം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ടോയ്സൊക്കെ ഉണ്ടായിട്ട് അതായത് കുറേ കളിക്കാനൊക്കെ തുടങ്ങി. ആദ്യ ദിവസം അത്ര പോകാനൊക്കെ മടിയായിരുന്നു, പിന്നെ കളിക്കാനൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് കുറച്ച് പ്രെയർ ടൈമും പിന്നെ കുറച്ച് കുട്ടികളുടെ ഡാൻസും ആക്ടിവിറ്റീസൊക്കെ അവർ ഗ്രൗണ്ടിൽ നിന്ന് ചെയ്യിക്കുമായിരുന്നു. അപ്പോൾ ഇവർ ഫസ്റ്റ് കുട്ടികളല്ലേ, ഇവർക്കതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഇവർ അതിനിടയിൽ മോൻ ചെയ്യുന്നത് ചെണ്ട കൊട്ടും അവിടെ വെറുതെ കളിക്കും. ബാക്കിയുള്ള കുട്ടികളൊക്കെ അതിങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആളൊട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് മോനെ അകത്തോട്ട് കൊണ്ടുപോകും, പക്ഷെ അമ്മ പുറത്ത് വെയിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ അതൊന്നും അത്ര എക്സ്പെക്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ അടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല എൻജോയ് ചെയ്തിരുന്നു കേട്ടോ. പുറത്ത് പെട്ടെന്ന് എൻ്റെ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന അവനെ അവർ പെട്ടെന്ന് എടുത്ത് അകത്തോട്ട് കൊണ്ടുപോയി. അവൻ ആകെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു. പിന്നെ ഈ വലിയ കുട്ടികളൊക്കെ ഇങ്ങനെ ക്യൂ ആയിട്ട് പോകുന്നതാണെങ്കിൽ എനിക്കൊരാഗ്രഹം എത്രയും പെട്ടെന്ന് അങ്ങനെ ആയാൽ മതിയായിരുന്നു, ഇങ്ങനെ കരയാതെ എന്നൊക്കെ. അപ്പോഴത്തേനും ഏട്ടനും വന്നു അവനെ കൂട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ എന്നെ കണ്ടപ്പോഴാണ് തിരിച്ചു വരുന്ന കരച്ചിലാണ് ഈ കണ്ടത് കേട്ടോ. വന്ന് ഞാനൊന്ന് എടുത്ത് ഒന്ന് ആശ്വസിപ്പിച്ചു. പിന്നെ അവൻ കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. കളിക്കുന്നിടയിൽ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇന്ന കുട്ടികളൊക്കെയാണ് കരഞ്ഞത്, പേരൊന്നും അറിയാത്തതുകൊണ്ട് അവരൊക്കെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു. അതിനുശേഷം എനിക്ക് വേണ്ടാത്ത പണിയായിരുന്നു. നടന്നു വരുന്ന കുഞ്ഞിനോട് സ്നേഹം തോന്നി എടുക്കണമെന്ന് ചോദിച്ചു. അതെനിക്ക് 8ൻ്റെ പണിയിട്ട് ഞാൻ അവരെ വീട് വരെ എടുക്കേണ്ടി വന്നു. എന്നിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ ഞാൻ നാളെ സ്കൂളിൽ പോകണില്ലേ, എന്താ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.